ദൈവത്തിൻ്റെ പരിശുദ്ധമായിരിക്കുന്ന നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവ് ശ്രേഷ്ഠമായ അധികാസം പ്രത്യേകിച്ച് മോസസാർ എവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനെ സമയം അറിയിക്കുന്ന ഏകദേശം 6 വർഷങ്ങൾക്ക് മുമ്പാണ് ഞങ്ങൾ മാനുവൽ ഹോസ്പിറ്റൽ ടീം തൃശ്ശൂരിൽ രൂപീകരിച്ച് സുവിശേഷ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ അത് ദൈവം വളർത്തി അതെന്ന് കേരളത്തിലെ 5 ജില്ലകളിലേക്ക് വ്യാപിപ്പിക്കാനും 47ഓളം ദേവസ്വമാർ 5 ജില്ലകളിലായിട്ട് ഈ ടീമിൻ്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കണ്ണൂർ, തൃശ്ശൂർ, എറണാകുളം, ആലപ്പുഴ, ഇടുക്കി ഈ ജില്ലകളായിട്ട് ഇതിൻ്റെ പ്രവർത്തനം നടത്തി വളരെ അനുഗ്രഹമായ രീതിയിൽ പരിശീലനം, ലഘുലേഖനം, വ്യക്തിപരത, സുവിശേഷം, കൺവെൻഷനുകൾ എന്നുള്ള തലത്തിലെല്ലാം ഞങ്ങളുടെ പ്രവർത്തനം വളരെ അനുഗ്രഹമായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മാനുവൽ ഹോസ്പിറ്റൽ ടീമിൻ്റെ ആലപ്പുഴ ദൈവത്തിൻ്റെ ദാസന്മാർ ഒരു കേരള യാത്ര നടത്തുവാനായിട്ട് ആഗ്രഹിച്ച് തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച് ആരംഭം ഈ തിരുവനന്തപുരത്തായിരുന്നു. അപ്പോൾ ഞങ്ങളോട് പ്രവർത്തിക്കുമ്പോഴാണ് പ്രധാന ശ്രേഷ്ഠദാസൻ ഗോപാലകൃഷ്ണദാസ് മുഖാന്തരമാണ് മോസസ് സാറിനെ പരിചയപ്പെടാൻ കഴിയുന്നത്. അങ്ങനെയാണ് ഇമ്മാനുവേൽ ഹോസ്പിറ്റൽ ടീമിന് തൃശ്ശൂരുള്ള ഞങ്ങളുടെ ടീമിന് ജയിലിൽ കയറി പ്രവർത്തിക്കാനുള്ള അനുമതി പ്രധാന ദാസൻ മുഖാന്തരം ഞങ്ങൾക്ക് ലഭിക്കാനിടയായിട്ടുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ പ്രതീക്ഷിച്ചല്ല, പക്ഷെ ഞങ്ങൾ ദൈവം അതെല്ലാം തക്ക സമയത്ത് ഒരുക്കി തന്ന. ഏകദേശം തൃശ്ശൂർ ജില്ലയിലെ ഞങ്ങളുടെ ടീമിൽ 16ഓളം പേർക്ക് തൃശ്ശൂർ സബ് ജയിൽ, ജില്ലാ ജയിൽ, സെൻട്രൽ ജയിലിൽ കയറി സുവിശേഷം അറിയിക്കാനുള്ള അനുമതി കർത്താവിൻ്റെ ദാസനും തൻ്റെ മോനും അവിടെ കടന്നു വന്നു. വളരെ ബന്ധപ്പെട്ട് വളരെ പാടുപെട്ട് സ്തോത്രം അത് ചെയ്തു തന്നു. അതുകൊണ്ട് ഞങ്ങൾ 2016 ഡിസംബർ 14 ഞങ്ങൾ ആരംഭിച്ചത് സ്തോത്രം. എന്നാൽ ഈ മാസം 2-ാം ബുധനാഴ്ച വരെ ഞങ്ങളിവിടെ ഈ പരിപാടികൾ നടത്തി ഏകദേശം 89ഓളം തടവുകാരെ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് അവർ മുൻപോട്ട് കിടന്നുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് സമർപ്പിക്കാനിടയായിട്ടുണ്ട്. ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ളത് മാർച്ച് മാസം 2-ാം ബുധനാഴ്ച ജില്ലാ ജയിലില് 73 തടവുകാർ വന്നിരുന്നില്ല. ലാസ്റ്റ് വചനം കേട്ടപ്പോൾ 23 പേര് മുൻപോട്ട് വന്ന് നിരന്നു. ഞങ്ങൾ ആരെയും നേരത്തെ കൈ വെച്ച് പ്രാർത്ഥിക്കില്ല. ഞങ്ങൾ കർത്താദാസന്മാർ അവരെ കൈ ഇങ്ങനെ അവർ നേരെ ചൂണ്ടി ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കും. തൊട്ട് പ്രാർത്ഥന പരിപാടിയൊന്നുമില്ല. ദൈവത്തിന് അത്യാവശ്യ കാര്യങ്ങളൊക്കെ മോശം പറഞ്ഞു തന്നിട്ടുണ്ട്, എങ്ങനെ ചെയ്യണം അതനുസരിച്ചാണ് ഞങ്ങൾ ജയിലിലെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. സ്തോത്രം. അങ്ങനെ 89ഓളം പേര് ഞങ്ങളുടെ ലിസ്റ്റിൽ അവർ സാക്ഷ്യവും സുവിശേഷം കേട്ടപ്പോൾ അവർ മുൻപോട്ട് വന്ന് നിരനിരയായി നിന്ന് യേശുക്രിസ്തുവിനെ വായു കൊണ്ട് ഏറ്റു പറഞ്ഞ് അവർ രക്ഷകനായി സ്വീകരിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറയുകയും അവർ പുറത്ത് ഇറങ്ങുമ്പോൾ ഞങ്ങൾ വിളിക്കാമെന്നുള്ള വാക്ക് തരികയും ചെയ്തു. അങ്ങനെ ഈ പ്രവർത്തനം വളരെ അനുഗ്രഹമായി നടന്നുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ടീം പ്രവർത്തനവും അതുപോലെ തന്നെ ക്രൈസ്റ്റ് അഗാപ്പയുടെ നേതൃത്വത്തിലാണ് അവിടെ തൃശ്ശൂർ ഈ ജയിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ദൈവം ഒരു കർത്താവിൻ്റെ ദാസന്മാരും മുഖാന്തരം ഒരുക്കി തന്ന് ഞങ്ങൾ വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് ഈ സെമിനാറിൽ ഞങ്ങൾ 10 പേർക്ക് അവിടുന്ന് കടന്നു വരാനും ഇടയായി തീർന്നു. പിന്നെ അവിടെയുള്ള ഞങ്ങൾ ടീം മെമ്പേഴ്സൊക്കെ വളരെ ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്നത്, ആരും പിന്നാക്കം നിൽക്കുന്നത്, എല്ലാ കാര്യത്തിനും വളരെ ഉത്സാഹമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. അങ്ങനെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ വളരെ അനുഗ്രഹമായി മുൻപോട്ട് പോകുന്നു. പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ടീമിനെ ജയിൽ മിനിസ്ട്രി കൊടുത്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് തന്ന സമയത്ത് വീണ്ടും ഞങ്ങൾ സഹായിക്കട്ടെ. എൻ്റെ പേര് ഷാജി സദാസ്. ഞാൻ പ്രിയപ്പെട്ട കേരള മാസ്റ്റർ മുഖാന്തരമാണ് ഈ ജയിൽ മിനിസ്ട്രിയിലേക്ക് വരുവാനിടയായി തീരുന്നത്. പിതാവിനെ പോലെ സ്നേഹിക്കുന്ന കേരളദാസനാണ് മാസ്റ്റർ.